പ്രിയ കൂട്ടുകാരെ, അക്ഷരവീട് എന്ന മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള പാഠാവലിയിലെ യൂണിറ്റ് 2 ഭൂമിയാകുന്നു നാം എന്ന യൂണിറ്റിലെ ആന ഡോക്ടർ എന്ന പാഠഭാഗമാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത്. അതിന് പ്രവേശകമായി കൊടുത്തിരിക്കുന്നത് പ്രഭാകരവർമ്മയുടെ കിളിക്കൂട് എന്ന കവിതയിലെ വരികളാണ്. പ്രവേശകം നോക്കാം. കിളിക്കൂട്. കിളിക്ക് വേണ്ടത് കിളിക്കൂടെന്ന് നാം പറഞ്ഞു പറ്റിപ്പൂ കിളിയെ നമ്മളെ. കിളിക്കുണ്ടാകാശം കിളിക്കൂടായി, അതിലുറങ്ങുവാൻ വിടില്ലൊരു കിളിയെയും. കിളിക്കു വേണ്ടത് കിളിക്കൂടെന്ന് നാം പറഞ്ഞു പറ്റിപ്പൂ കിളിയെ. കിളിക്ക് ആവശ്യമുള്ളത് കിളിക്കൂടാണെന്ന് പറഞ്ഞ് നാം കിളിയെ പറ്റിക്കുന്നു. അതുപോലെ തന്നെ നമ്മളെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. കിളിക്കുണ്ടാകാശം കിളിക്കൂടായി. കിളിക്ക് ആകാശമുണ്ട് കിളിക്കൂടായിട്ട്. പിന്നെ മറ്റൊരു കൂട് നമ്മൾ നിർമ്മിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അതിലുറങ്ങുവാൻ വിടില്ലൊരു കിളിയെയും. നമ്മൾ മനുഷ്യർ കിളികളെ ഈ ആകാശത്ത് ഉറങ്ങാൻ വിടില്ല എന്നാണ് കവിതയുടെ ആശയം. ആകാശത്ത് ചിറക് വിരിച്ച് പറക്കേണ്ട കിളിയെ നമ്മൾ കൂട്ടിലാക്കി തടവിലിടുന്നു. ആ കിളിയുടെ സ്വാതന്ത്ര്യത്തെയാണ് നാം ഇല്ലാതാക്കുന്നത്. ഇതുപോലെ തന്നെ മനുഷ്യനും അവർ സ്വയം നിർമ്മിക്കുന്ന കൂട്ടിൽ അകപ്പെട്ടിരിക്കുകയാണ്. സ്വന്തം സുഖത്തിനും ആഡംബരത്തിനും വേണ്ടി നാം ഭൂമിയെ ഉപയോഗിക്കുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ആകുന്ന തടവിൽ നാം ചെന്നുപെടുന്നു. നമ്മുടെ തടവ് നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഭൂമിയെ അനാവശ്യമായി ഉപയോഗിക്കുമ്പോൾ പല പ്രശ്നങ്ങളിലും നമ്മൾ ചെന്ന് ചാടും എന്ന് ഈ കവിത ഓർമ്മിപ്പിക്കുന്നു. ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് നേരെയുള്ള മനുഷ്യ പ്രവർത്തനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് മനുഷ്യനെ തന്നെ നശിപ്പിക്കും. മനുഷ്യനും ജീവജാലങ്ങളും പ്രകൃതിയും പരസ്പരം ആശ്രയിച്ച് ജീവിക്കേണ്ടവരാണ്. കരുണയോടെയുള്ള ജാഗ്രത ഇന്ന് സമൂഹത്തിലുണ്ടോ എന്നറിയാനായി ആന ഡോക്ടർ എന്ന നോവലിൻ്റെ ഈ ഭാഗം നമുക്ക് പരിചയപ്പെടാം. നമ്മൾ എല്ലാ ജീവജാലങ്ങളോടും കരുണയോടെയാണോ പെരുമാറുന്നത് എന്നറിയുന്നതിന് വേണ്ടി നമുക്ക് ആന ഡോക്ടർ എന്ന് പറയുന്ന നോവലിൻ്റെ ഒരു ഭാഗമാണ് പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത്. ബഷീർ പറയുന്നത് പോലെ എല്ലാവരും ഭൂമിയുടെ അവകാശികളാണ്. അങ്ങനെയുള്ള ബോധ്യത്തിൽ നിന്ന് വേണം നമ്മൾ സഹജീവികളെയെല്ലാം ചേർത്ത് പിടിക്കാൻ. മൃഗചികിത്സകനായ ഡോക്ടർ കെയുടെ ആത്മാർത്ഥവും വൈകാരികവുമായ പ്രവർത്തനങ്ങളും സ്നേഹനിർവിശേഷമായ പരിചരണങ്ങളും അതിനെ അനുഭവിച്ചും അനുസരിച്ചും കൂടെ നിൽക്കുന്ന ആന ഉൾപ്പെടെയുള്ള മൃഗങ്ങളുടെ സ്നേഹവും അനുഭവവേദ്യമാകുന്ന നോവലാണ് ആന ഡോക്ടർ. പതിറ്റാണ്ടുകളോളം ജനങ്ങളുടെയും കാട്ടാനകളുടെയും ജീവിതത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയ ഡോക്ടറാണ് ഡോക്ടർ കെ എന്നറിയപ്പെടുന്ന ഡോക്ടർ വി കൃഷ്ണമൂർത്തി. ഡോക്ടറുടെ മുഴുവൻ പേര് വി കൃഷ്ണമൂർത്തി എന്നാണ്. ലോകത്തെവിടെയും ആനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെയെല്ലാം എത്തിച്ചേർന്ന് ഇടപെട്ട് പരിഹാരം കാണുന്ന ഡോക്ടറെ മുഖ്യ കഥാപാത്രമാക്കിയാണ് ബി ജയമോഹൻ ആന ഡോക്ടർ എന്ന ഈ നോവൽ രചിച്ചത്. വന്യമൃഗ സംരക്ഷണത്തിനായി പ്രത്യേകിച്ച് ആനകൾക്കായി തൻ്റെ ജീവിതം മാറ്റിവെച്ച ഡോക്ടർ വി കൃഷ്ണമൂർത്തിയുടെ യഥാർത്ഥ ജീവിതത്തെ അടിസ്ഥാനമാക്കിയാണ് ആന ഡോക്ടർ എന്ന നോവൽ എഴുതിയിരിക്കുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മനുഷ്യൻ കാട്ടിലെറിയുന്ന മദ്യക്കുപ്പികളും ആനകളുടെ ജീവനെ എത്രമാത്രം ഭീഷണിയാകുന്നു എന്ന് ഈ കഥ വ്യക്തമാക്കുന്നു. കുപ്പിയുടെ ചില്ല് കാലിൽ തറച്ച് വലിയ മുറിവുകളുമായി ആനകൾ അനുഭവിക്കുന്ന വേദന ഡോക്ടർ വിവരിക്കുന്നു. പത്തനംതിട്ട ജില്ലയിലെ ഗവിയിലെ മുൻ ഫോറസ്റ്റ് ഓഫീസറായിരുന്ന ബഷീർ പറഞ്ഞുകൊടുത്ത വിവരങ്ങൾ വെച്ചാണ് ജയമോഹൻ ഡോക്ടർ കെയുടെ ജീവിതം ആവിഷ്കരിക്കുന്നത്. ഒരു സഹപ്രവർത്തകന്റെ അനുഭവത്തിലൂടെയാണ് ഈ കഥ പറഞ്ഞു പോകുന്നത്.
ഒരിക്കൽ മുതുമലയിൽ ഒരു ആന കാലിൽ കുപ്പിച്ചില്ല് കൊണ്ട് പഴുത്ത് ചീഞ്ഞ് അലയുകയാണ് എന്ന വാർത്ത വന്നു. ഡോക്ടറുടെ ഒപ്പം സഹപ്രവർത്തകനും മുതുമലയിലേക്ക് പോയി. കാട്ടിലെ ആനകൾ നിൽക്കുന്ന സ്ഥലം കുറുമ്പർ എന്ന ആദിവാസികൾ മുമ്പ് തന്നെ നോക്കിവെച്ചിരുന്നു. അവരെ കയറ്റിക്കൊണ്ട് ജീപ്പിൽ കാടിൻ്റെ ഉള്ളിലേക്ക് പോയി. ഒരുപാട് ദൂരം പോയതിനു ശേഷം ജീപ്പ് നിർത്തി ഇറങ്ങി നടന്നു. ആനക്കൂട്ടം വളരെ കോപത്തിലായിരുന്നു. വാളുപോലെ കൂർത്ത ഇലകളുള്ള കാട്ടുചെടികളുടെ ഇടയിലൂടെ ഡോക്ടർ വിദഗ്ധമായി നടന്നുപോയി. ആന തുരുത്തിയാൽ ഓടി രക്ഷപ്പെടുന്നതിനെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നു തോന്നി. ആനകളുടെ സംഘത്തിൽ കുട്ടിയാനകളും ഉണ്ടായിരുന്നു. പക്ഷേ ഡോക്ടർക്ക് അങ്ങനെ ഒരു ഭയമൊന്നും ഉണ്ടായിരുന്നില്ല. ഡോക്ടർ അവിടെ ചെന്ന് തൻ്റെ കയ്യുറകളിട്ട് സൂചിയിടാനുള്ള സാമഗ്രികൾ എടുത്തു. തേക്കുമരത്തിൽ ചാരി നിൽക്കുകയാണ് മുറിവേറ്റ ആന. ഡോക്ടറാണ് കടന്നു ചെല്ലുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടാണോ എന്തോ ആനകൾ പിന്മാറി നിന്നു. ഡോക്ടർ ആനയെ മയക്കുവെടി വെച്ച് അതിനു വേണ്ട ചികിത്സകൾ നൽകി. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയാനയാണ് പിന്നീട് ഡോക്ടറെ കാണാൻ എത്തിയത് എന്നാണ് നോവലിൽ പറയുന്നത്. കുട്ടിയാനയും ഇതുപോലെ കാലിൽ ചില്ല് കയറി ഡോക്ടറുടെ ചികിത്സ തേടി കിലോമീറ്ററുകളോളം നടന്ന് ഡോക്ടറുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഈ കുട്ടിയാന എത്തിയിരിക്കുന്നതും ഡോക്ടർ കുട്ടിയാനയ്ക്ക് വേണ്ട ചികിത്സകൾ നൽകുന്നതുമാണ് നമ്മുടെ പാഠഭാഗം. ആന ഡോക്ടർ എന്ന പാഠഭാഗത്തിന് കൊടുത്തിരിക്കുന്ന ലിങ്ക് വായിക്കാം. ജീവിതത്തിൻ്റെ പൊരുൾ പാരസ്പര്യത്തിലാണ്. കരുണയോടെയുള്ള ജാഗ്രത അത് കാത്തുവയ്ക്കുന്നു. ജീവിതത്തിൻ്റെ പൊരുൾ, ജീവിതത്തിൻ്റെ ഉള്ളടക്കം അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പാരസ്പര്യത്തിലാണ്. പാരസ്പര്യം എന്ന് പറഞ്ഞാൽ പരസ്പര ആശ്രയത്വം. നമ്മൾ പരസ്പരം ഭൂമിയിൽ ആശ്രയിച്ച് ജീവിക്കേണ്ടവരാണ്. എല്ലാ ജീവജാലങ്ങളും ഭൂമിക്ക് വേണ്ടപ്പെട്ടവരാണ്, ഭൂമിയുടെ അവകാശികളാണ് എന്ന ചിന്തയോടുകൂടി വേണം നാം ഭൂമിയിൽ ജീവിക്കേണ്ടത്. കരുണയോടെയുള്ള ജാഗ്രത അത് കാത്തുവയ്ക്കുന്നു. നമ്മൾ എപ്പോഴും മറ്റുള്ള എല്ലാ ജീവജാലങ്ങളോടും കരുണയോടുകൂടി പെരുമാറണം. കരുണയോടുകൂടി പെരുമാറുമ്പോൾ എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയും എന്നാണ് ഈ ലിങ്ക് നമ്മളോട് പറയുന്നത്. മനുഷ്യനും പ്രകൃതിയും ജീവജാലങ്ങളും പരസ്പരം ആശ്രയിച്ച് ജീവിക്കേണ്ടവരാണെന്നും അത് എങ്ങനെ ആകണമെന്നും കാണിക്കുന്ന ഒരു നോവലാണ് ആന ഡോക്ടർ. ആന ഡോക്ടർ എന്ന പാഠഭാഗത്തേക്ക് കടക്കാം. മുതുമലയിലെ മൃഗഡോക്ടറാണ് കെ എന്നറിയപ്പെടുന്ന കൃഷ്ണമൂർത്തി. ഇവിടെ ആന ഡോക്ടർ എന്ന് വിശേഷിപ്പിക്കുന്നത് കൃഷ്ണമൂർത്തി എന്ന ഡോക്ടറെയാണ്. അദ്ദേഹം അറിയപ്പെടുന്നത് മൃഗ ഡോക്ടർ കെ എന്നാണ് അറിയപ്പെടുന്നത്. വിനോദസഞ്ചാരികൾ വലിച്ചെറിഞ്ഞ കുപ്പിച്ചില്ല് തറഞ്ഞു കയറി ഗുരുതരാവസ്ഥയിലായ പിടിയാനയെ ഡോക്ടർ കെ സാഹസികമായി രക്ഷപ്പെടുത്തുന്നു. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരിക്കൽ ഒരു പിടിയാനയ്ക്ക് ഇതുപോലെ കുപ്പിച്ചില്ല് തറഞ്ഞു കയറി ഗുരുതരാവസ്ഥയിലായപ്പോൾ ഡോക്ടർ ചെന്ന് ആ പിടിയാനയ്ക്ക് വേണ്ടത്ര പരിചരണങ്ങളും മരുന്നൊക്കെ കൊടുത്ത് പിടിയാനയെ രക്ഷപ്പെടുത്തിയിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഇതേ അവസ്ഥയിലായ കുട്ടിയാന അമ്മയെ രക്ഷപ്പെടുത്തിയ ഡോക്ടറുടെ അരികിലേക്ക് മുറിവേറ്റ കാലുമായി കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് എത്തിച്ചേരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞു. അന്ന് അവിടെ ഉണ്ടായിരുന്ന കുട്ടിയാന, ആ അമ്മയുടെ മകൻ, ഡോക്ടറുടെ അരികിലേക്ക് ഇതുപോലെ കുപ്പിച്ചില്ല് തറഞ്ഞു കയറി മുറിവേറ്റ കാലുമായി എത്തിച്ചേരുകയാണ്. 10 മണിക്ക് ഞാൻ ഉറങ്ങാൻ കിടന്നു. ഉറക്കം വരില്ല എന്നായിരുന്നു കരുതിയത്. ഇപ്പം ഞാനെന്ന് പറയുന്നത് ഈ ഡോക്ടർ കെയുടെ സഹപ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെയാണ് ഈ നോവൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ 10 മണിക്ക് തന്നെ ഈ സഹപ്രവർത്തകൻ ഉറങ്ങാൻ കിടന്നു. ഉറക്കം വരില്ല എന്നായിരുന്നു കരുതിയത്. പക്ഷേ ഏതാനും നിമിഷം കൊണ്ട് നന്നായി ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. ഉണർന്നപ്പോൾ മുറിയിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു.
ഡോക്ടർ കോട്ട് ഇടുകയായിരുന്നു. ഉണർന്നു നോക്കിയപ്പോൾ ഡോക്ടർ കോട്ട് ഇട്ടിട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. എന്താണ് ഡോക്ടർ എന്ന് ഞാൻ ചോദിച്ചു. പുറത്ത് ആനയുടെ ശബ്ദം കേൾക്കുന്നു. ചൂര് നോക്കുമ്പോൾ ഇവിടെയുള്ള ആനയല്ല എന്നാണ് തോന്നുന്നത്. ചൂര് എന്ന് പറഞ്ഞാൽ മണം. മണം നോക്കുമ്പോൾ മണം പിടിച്ച് തന്നെ ഡോക്ടർക്ക് ആനയെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ടെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മണം നോക്കുമ്പോൾ ആന ഇവിടെയുള്ളതല്ല, പുറത്തു നിന്ന് വന്ന ഒരു ആനയായിട്ടാണ് തോന്നുന്നത് എന്ന് പറയുകയാണ് ഡോക്ടർ. ഞാനും എഴുന്നേറ്റ് എൻ്റെ സ്വെറ്റർ എടുത്തിട്ടു. കാട്ടാനകളാണോ? ഡോക്ടർ ടോർച്ച് ലൈറ്റ് തെളിച്ചു നോക്കി. പൊതുവെ ഈ വഴിക്ക് കാട്ടാനകൾ വരാറില്ല. ഇവിടെ സെൽവയുടെ ചൂരുണ്ട്. എന്തോ കാരണമുണ്ട്. ഇവിടെ സെൽവയുടെ ചൂരുണ്ട്. എന്തോ കാരണമുണ്ട്. സെൽവ എന്ന് പറഞ്ഞ വനപ്രദേശം, കാട് എന്നർത്ഥം. കാടിൻ്റെ മണമുണ്ട് എന്ന് പറയുകയാണ്. ഡോക്ടർ ഗംബൂട്ടുകൾ എടുത്തിട്ടു. കതക് തുറന്ന് പുറത്തിറങ്ങി. ഗംബൂട്ടുകൾ എന്ന് പറഞ്ഞാൽ കാലിലിടുന്ന ബൂട്ട്, റബ്ബർ കൊണ്ടുള്ള ബൂട്ട്. പുറത്തു നിന്ന് വെള്ളച്ചാട്ടം പോലെ തണുത്ത കാറ്റ് അകത്തേക്ക് വന്നു. ഇരുട്ട് വലിയ കറുത്ത തിരശീല പോലെ തൂങ്ങിക്കിടന്നു. പുറത്തിറങ്ങിയപ്പോൾ ഞാൻ നക്ഷത്രങ്ങളെ കണ്ടു. കറുത്ത തിരശീലയിലെ സുഷിരങ്ങൾ. അപ്പോൾ പുറത്ത് നല്ല തണുത്ത കാറ്റുണ്ട്. അത് വെള്ളച്ചാട്ടം പോലെ അത്രയും ശക്തമായിട്ട് അകത്തേക്ക് വന്നു. ഇരുട്ട് വലിയ കറുത്ത തിരശീല പോലെ. ഇരുട്ട് കറുത്ത തിരശീല പോലെ തൂങ്ങിക്കിടന്നു എന്നാണ് പറയുന്നത്. പുറത്തിറങ്ങിയപ്പോൾ ഞാൻ നക്ഷത്രങ്ങളെ കണ്ടു. കറുത്ത തിരശീലയിലെ സുഷിരങ്ങൾ. അപ്പോൾ ഇരുട്ടാകുന്ന കറുത്ത തിരശീലയെ തുളച്ചു മാറ്റിക്കൊണ്ട് നക്ഷത്രങ്ങളുടെ വെളിച്ചം കാണാം. അപ്പോൾ അങ്ങനെയുള്ള നക്ഷത്രങ്ങളുടെ വെളിച്ചത്തെയാണ് കറുത്ത തിരശീലയിലെ സുഷിരങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ കറുപ്പിൽ കറകൾ പോലെ രൂപങ്ങൾ തെളിഞ്ഞു. കുറച്ചുകൂടി നോക്കിയപ്പോൾ കറുപ്പിൽ കറകൾ പോലെ അവിടെയുള്ള രൂപങ്ങളൊക്കെ തെളിഞ്ഞു. അവ മുഴുത്ത് കാട്ടിൻ്റെ വിളുമ്പായി. വിളുമ്പ് എന്ന് പറഞ്ഞാൽ വിടവ് എന്നർത്ഥം. പിന്നെ മരങ്ങളായി, ചില്ലകളും ഇലകളുമായി. അപ്പോൾ മരങ്ങളും ചില്ലകളും ഇലകളും ഒക്കെ കാണുന്ന അവസ്ഥയിലായി. പിന്നിൽ ആകാശം ചാരനിറത്തിൽ തെളിഞ്ഞു. ഡോക്ടർ അതിനിടയ്ക്ക് ആനകളെ കണ്ടു കഴിഞ്ഞിരുന്നു. ചെറിയ കുട്ടിയാണല്ലോ എന്ന് പറഞ്ഞു. എവിടെ എന്ന് ഞാൻ ചോദിച്ചു. 2 വയസ്സ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ ദിക്കിലേക്ക് ഞാൻ സൂക്ഷിച്ചു നോക്കി. എൻ്റെ മാറോളം പൊക്കമുള്ള ആനക്കുട്ടിയെ ഇരുട്ടിൻ്റെ ഉള്ളിൽ ഇരുട്ടിൻ്റെ ചലനമായി ഞാൻ കണ്ടു. ഇപ്പോൾ 2 വയസ്സായ ആനക്കുട്ടിയാണ് വന്നു നിൽക്കുന്നത്. ഈ പ്രായത്തിൽ കുട്ടി ഒറ്റയ്ക്ക് വരാറില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു. ഡോക്ടർ അടുത്തേക്ക് നടന്നു. ഇരുട്ടിൽ വിളക്ക് തെളിച്ചാൽ പിന്നെ കണ്ണു കാണാതെയാവും. അതുകൊണ്ട് കണ്ണ് മിഴിച്ചു നോക്കി ഞങ്ങൾ നടന്നു. ഇപ്പോൾ ടോർച്ച് തെളിച്ചാൽ പിന്നെ സാധാരണ ഒരു കാഴ്ച, ഇരുട്ടിലേക്ക് നമ്മൾ നടന്ന് നീങ്ങുമ്പോൾ ഒരു നാട്ടുവെളിച്ചം കിട്ടും. അതില്ലാതാകുമെന്ന് പറഞ്ഞ് അവർ ടോർച്ച് തെളിക്കാതെയാണ് മുന്നോട്ട് പോകുന്നത്. അല്പസമയത്തിനുള്ളിൽ നിലത്തെ ഉരുളൻ കല്ലുകളുടെ മിനുസവും ഇലകളുടെ എണ്ണത്തിളക്കവും കണ്ടു തുടങ്ങി. ആനക്കുട്ടി പതുക്കെ അമറിക്കൊണ്ട് തുമ്പിക്കൈ നീട്ടി മണം പിടിച്ചു. തൻ്റെ അടുത്തേക്ക് വരുന്നവർ ആരാണെന്ന് അറിയാൻ വേണ്ടി മണം പിടിക്കുകയാണ്. ഈസി ഈസി എന്ന് ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ സമാധാനിപ്പിക്കുകയാണ്. കൈ 2 മുന്നിൽ നീട്ടി അദ്ദേഹം അതിൻ്റെ അടുത്തേക്ക് നടന്നു. ആനക്കുട്ടി തലയാട്ടി ജേഴ്സി പശു കരയുന്ന ഒച്ചയിൽ ചിഹ്നം വിളിച്ചു. കാലിൽ വ്രണമുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ അടുത്തേക്ക് ചെന്നപ്പോൾ തുമ്പിക്കൈ നീട്ടി അദ്ദേഹത്തെ തൊട്ടു. അതിൻ്റെ ദേഹം ഉലയുന്നത് കണ്ടു. ഡോക്ടർ എന്നോട് നിന്നോളൂ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് ചെന്ന് നിന്ന് കാതിൽ പിടിച്ചു. തിരകളിലെ തോണി പോലെ അതിൻ്റെ ശരീരം ഉലഞ്ഞാടി. ഇപ്പോൾ ഈ ആനയുടെ ശരീരം അങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വേദന കൊണ്ടായിരിക്കണം. തുമ്പിക്കൈ അസ്വസ്ഥമായി പുളഞ്ഞു. അദ്ദേഹം അതിൻ്റെ മുഖത്ത് തൊട്ടപ്പോൾ തുമ്പിക്കൈ അദ്ദേഹത്തിൻ്റെ തോളിൽ വീണ് മലമ്പാമ്പ് പോലെ വഴുതിയിറങ്ങി. ഇപ്പോൾ ആ തുമ്പിക്കൈ കൊണ്ട് ഡോക്ടറുടെ തോളിൽ ഇടുകയാണ്.
വരൂ എന്ന് എന്നെ ഡോക്ടർ വിളിച്ചു. ഞാൻ അടുത്തേക്ക് ചെന്നു. അദ്ദേഹം ആ കുട്ടിയാനയുടെ നെറ്റിയിലും ചെവിയിലും തട്ടി സാന്ത്വനപ്പെടുത്തി. അത് തുമ്പിക്കൈ വളച്ചു നീട്ടി എന്നെ തൊട്ട് പരിശോധിക്കാൻ ശ്രമിച്ചു. ഇവനെ ഒന്ന് കിടത്തണം, എന്താണ് പ്രശ്നമെന്ന് നോക്കണം. നീ പോയി എൻ്റെ പെട്ടി എടുത്തുകൊണ്ടുവാ. അപ്പോൾ ഇവനെ ഒന്ന് കെടുത്തി പരിശോധിക്കണമെന്ന് ഡോക്ടർ പറയാണ്. ഡോക്ടറുടെ മരുന്ന് പെട്ടി എടുത്തുകൊണ്ടുവരാൻ പറയാണ്. ഡോക്ടറുടെ വിളിയിലെ അടുപ്പം ആ സമയത്ത് പോലും എനിക്ക് മനസ്സിലായി. നാവ് കൊണ്ട് ബാറ്ററിയെ തൊട്ടതുപോലെ ഒരു ചെറിയ മധുരം. പുഞ്ചിരിച്ചുകൊണ്ട് ഞാൻ അകത്ത് പോയി മരുന്ന് പെട്ടി എടുത്തുകൊണ്ടുവന്നു. ഡോക്ടർ കെ ആനയുടെ വായിലെ ചുവന്ന ഭാഗത്ത് സൂചിയുടെ മുന എറിഞ്ഞ് തറപ്പിച്ചതിന് ശേഷം പമ്പ് പിടിപ്പിച്ച് മരുന്ന് കടത്തി. അപ്പോൾ ഈ ആനയെ മയക്കി കിടത്താനുള്ള മരുന്ന് കൊടുക്കുകയാണ്. കുറേ സമയം അത് അസ്വസ്ഥമായി ആടിക്കൊണ്ടിരുന്നു. കുട്ടിയാനകൾ എന്തിനാണ് തുമ്പിക്കൈ രണ്ടു കാലിൻ്റെയും നടുക്കും മുമ്പോട്ടുമായി ഊഞ്ഞാലാടിക്കുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു. ഇടയ്ക്ക് എന്നെ ഒന്ന് തൊട്ടു നോക്കിയാൽ കൊള്ളാം എന്നും അത് ശ്രമിച്ചു. തുമ്പിക്കൈ കുഴഞ്ഞു തളരുന്നത് കണ്ടു. കാതുകളുടെ അനക്കം നിലച്ച് പിന്നെയും തുടങ്ങി. കാല് തെറ്റി വീഴാൻ പോയി. ഞെട്ടി കണ്ണു തുറന്ന് എന്നെ നോക്കി. 4-5 തവണ നെടുവീർപ്പിട്ടു. തുമ്പിക്കൈ നിലത്തു വീണ് ഊതി മണ്ണ് പറപ്പിച്ചു. പിന്നെ അത് പതുക്കെ മുട്ടുകുത്തിയിരുന്ന് വലത്തുവശത്തേക്ക് ചെരിഞ്ഞു വീണ് നിശ്ചലമായി. അപ്പം അതിൻ്റെ ബോധം നഷ്ടപ്പെട്ടു. നീ പോയി ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് അതിൻ്റെ കാതിലൊഴുക്കി. കുട്ടിയാണ്, കാത് നിലച്ചാൽ തലയ്ക്ക് ചൂട് കയറിയേക്കും, ഡോക്ടർ പറഞ്ഞു. ഇപ്പം സാധാരണ ഈ ആനകൾക്ക് പൊതുവെ ചൂട് കൂടുതലാണ്. അതുകൊണ്ടാണ് അത് എപ്പോഴും ചെവിയാട്ടി നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ആന ബോധം കെട്ടതുകൊണ്ട് അതിൻ്റെ ചൂട് കുറയ്ക്കാൻ വേണ്ടി കാതിൽ കുറച്ച് വെള്ളം ഒഴിക്കാനായിട്ട് പറയുകയാണ്. ഞാൻ കുളിമുറിയിലേക്ക് ഓടി. ഞാൻ മടങ്ങി വന്നപ്പോൾ ഡോക്ടർ ആനയുടെ കാലുകൾ ശ്രദ്ധിച്ചു നോക്കുകയായിരുന്നു. ഞാൻ ആനയുടെ കാതുകൾ നനച്ചു. പിന്നെയും കുപ്പി തന്നെ, പക്ഷെ വലുതല്ല, പുണ്ണ് ചീനിയിട്ടുമില്ല, ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ആനയുടെ കാല് പരിശോധിച്ചപ്പോൾ അത് കുപ്പിച്ചില്ല് കയറിയതാണെന്ന് ഡോക്ടർക്ക് മനസ്സിലായി. പക്ഷേ മുറിവ് അധികം വലുതല്ല, അതുപോലെ തന്നെ അധികം പഴുത്തിട്ടില്ല എന്ന് പറയാൻ. വിളക്ക് പിടിച്ചോളൂ. ഞാൻ ടോർച്ച് വാങ്ങി വെട്ടം കാട്ടി. വെട്ടം എന്നാണ് വെളിച്ചം. കുപ്പിയുടെ അറ്റം എനിക്ക് കാണാനായി. ആന ശ്രദ്ധിച്ച് കാലൂന്നിയാണ് നടന്നിരുന്നത് എന്ന് തോന്നി. ഭാരം കുറഞ്ഞ കുട്ടിയുമാണ്. ഡോക്ടർ ഫോർസെപ്പ് കൊണ്ട് ആ ചില്ലിൽ പിടിച്ച് വലിച്ചെടുത്തു. ഫോർസെപ്പ് എന്ന് പറയുന്നത് ഒരു ചവണ പോലെയുള്ളൊരു ഉപകരണമാണ്. ചോരയുടെ ഗന്ധം. ചില്ല് പൊട്ടിയിട്ടില്ലെന്നാ തോന്നുന്നത്. ഭാഗ്യം. ഡോക്ടർ വ്രണത്തിൻ്റെ ഉള്ളിൽ കൈയിട്ട് നന്നായി തിരഞ്ഞു. ഇപ്പം ചില്ല് വലിച്ചെടുത്തു. ഇനി അതിൻ്റെ എന്തെങ്കിലും ബാക്കിയായിട്ട് ഇരിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഈ മുറിവിൻ്റെ ഉള്ളിൽ നന്നായി കൈയിട്ട് പരിശോധിച്ചു. വെൽ, ഓൾമോസ്റ്റ് ക്ലീൻ. ലക്കി ഗൈ. എന്തായാലും ഭാഗ്യമുള്ളവനാണ്. ഒരുവിധം ക്ലിയറാക്കി കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം. പഞ്ഞിയിൽ മരുന്ന് നനച്ച് പുണ്ണിൽ തിരികെ കയറ്റി. അപ്പോൾ ആനക്കുട്ടി ഒന്ന് അനങ്ങി. ഹീസ് എവേക്ക്. ഞാൻ കുറച്ച് മരുന്നാണ് കൊടുത്തത്. അപ്പോൾ അവൻ ഉണർന്നു തുടങ്ങിയെന്ന് പറയാണ്. കുറച്ച് മയക്കുമരുന്ന് കൊടുത്തിട്ടുള്ളൂ എന്ന് പറയാം. ഡോക്ടർ ആനയുടെ ചെറിയ കൊമ്പുകളിൽ തൊട്ടി. ഹീസ് എ ടസ്കർ, മൈ ആൽഫ മെയിൽ. ഒരു ആനക്കുട്ടിയാണ്, അല്ല കൊമ്പനാനയാണെന്ന് പറയാണ് എന്ന് പറഞ്ഞു. കുട്ടിയുടെ തുമ്പിക്കൈൻ്റെ മൂക്ക് അനങ്ങിക്കൊണ്ടിരുന്നു. 1 മണിക്കൂർ കൊണ്ട് എഴുന്നേറ്റ് നടക്കും. കാലത്ത് മുതുമലയിലേക്ക് മടങ്ങും, ഡോക്ടർ പറഞ്ഞു. ഇപ്പോൾ 1 മണിക്കൂർ കൊണ്ട് അതിൻ്റെ ബോധമൊക്കെ വന്ന് അത് മുതുമലയിലേക്ക് മടങ്ങും എന്ന് പറയാം. മുതുമലയിലേക്കോ? ഞാൻ ചോദിച്ചു. അതെ, അവിടെ നിന്നല്ലേ വന്നിട്ടുള്ളത്, ഡോക്ടർ പറഞ്ഞു. ഇനി ഇവനെ മുമ്പ് കണ്ടിട്ടുണ്ട്. ഞാൻ സൂക്ഷിച്ചു നോക്കി. ഇവനെയോ? അതെ, മുഖം കണ്ടാൽ അറിയില്ലേ. 1.5 കൊല്ലം മുമ്പ് മുതുമലയിൽ ഒരു വലിയ ആനയ്ക്ക് ഇതേപോലെ കുപ്പിച്ചില്ല് വലിച്ചെടുത്തില്ലേ? അപ്പോൾ ഒപ്പമുണ്ടായിരുന്ന കുഞ്ഞ് ഇവനാണ്. ഇപ്പോൾ ചെറിയ കൊമ്പൊക്കെ മുളച്ച് ആളായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിനു മുമ്പ് 1.5 കൊല്ലം മുമ്പ് മുതുമലയിൽ ഒരു വലിയ ആനയ്ക്ക് കുപ്പിച്ചില്ല് കൊണ്ടിട്ട് ഡോക്ടർ അത് ചികിത്സിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുഞ്ഞാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ചെറിയ കൊമ്പൻ എന്നാണ് ഡോക്ടർ പറയുന്നത്. ഞാൻ പിന്നെയും നോക്കി. ആനയുടെ മുഖം എങ്ങനെയാണ് തിരിച്ചറിയുക? ഡോക്ടർ ചിരിച്ചു. ഇപ്പം മനസ്സിലായില്ലേ ആനയുടെ കഴിവ്? ആന എത്ര മനുഷ്യമുഖങ്ങളാണ് ഓർമ്മിച്ച് വെക്കാറുള്ളത്. ഇപ്പം ആനയ്ക്കൊരു പ്രത്യേക കഴിവുണ്ട്. ആനയ്ക്ക് ഓർമ്മശക്തി കൂടുതലാണ്. കുറേ മനുഷ്യമുഖങ്ങളെ ഓർമ്മിക്കാനുള്ള കഴിവുണ്ട് എന്ന് പറയാണ്.
ഡോക്ടർ എഴുന്നേറ്റ് കൈകൾ തൂത്തു. ഇത്രയും ദൂരം താങ്കളെ തേടി വന്നതാണോ? അമേസിങ് എന്ന് ഞാൻ പറഞ്ഞു. പാവം, നല്ല വേദനയുണ്ടാവും. ഈ കുപ്പിച്ചില്ലും കൊണ്ട് എങ്ങനെയാണ് ഇത്രയും ദൂരം ഇവൻ നടന്നത്? ഡോക്ടർ, ആന അങ്ങനെയാണ്. അവ ജീവിക്കുന്നത് വലിയ ലോകത്താണ്. അപ്പോൾ ആനയുടെ സ്വഭാവമാണ് കുറേ ദൂരം സഞ്ചരിക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ശരീരപ്രകൃതി പോലെ തന്നെ അതൊരു വലിയ ലോകത്താണ് ജീവിക്കുന്നത് എന്ന് ഡോക്ടർ പറയുന്നു. ആനകളുടെ ഓർമ്മയെപ്പറ്റിയും ചെറിയ അടയാളങ്ങളെ പോലും മനസ്സിലാക്കി അവ കിലോമീറ്ററുകളോളം യാത്ര ചെയ്യുന്നതിനെ പറ്റിയും ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് 100 കിലോമീറ്റർ നടക്കാനാവും. 300 കിലോമീറ്റർ നടന്ന് ഒരാളെ അന്വേഷിച്ചു പോയ ആനയുടെ കഥ ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും മുതുമലയിൽ നിന്ന് എങ്ങനെയാണ് അവ വന്നത് എന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. ഞങ്ങൾ പോയത് ജീപ്പിലായിരുന്നു. അത് നടന്ന് 1.5 കൊല്ലം കഴിഞ്ഞു. മുതുമലയിൽ നിന്ന് ടോപ്പ് സ്ലിപ്പിലേക്ക് വരണമെങ്കിൽ വഴിക്ക് 10 സ്ഥലത്തെങ്കിലും ഗ്രാമങ്ങൾക്കുള്ളിൽ കയറണം. 4 ഇടത്ത് റോഡ് മുറിച്ച് കടക്കണം. ഇപ്പോൾ കുറേ ദൂരെയാണ് മുതുമല. ഇവർ പോയത് തന്നെ ജീപ്പിലായിരുന്നു. ഇപ്പോൾ ആ മുതുമലയിൽ നിന്നാണ് ഇവർ താമസിക്കുന്നിടത്തേക്ക് ഗ്രാമങ്ങളും റോഡുകളും ഒക്കെ മുറിച്ച് കടന്ന് ഈ ആന വന്നിരിക്കുന്നത്. ഞങ്ങൾ മടങ്ങി വീടിൻ്റെ ഉള്ളിൽ കയറുന്നതിന് മുമ്പ് ഡോക്ടർ കെ തിരിഞ്ഞു നോക്കി. ഇരുട്ടിൽ കറുത്ത ചലനങ്ങൾ കണ്ടു. ഒരു വലിയ ആനക്കൂട്ടം തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ടോർച്ച് പൊന്തിച്ചപ്പോൾ നോ എന്ന് ഡോക്ടർ കെ പറഞ്ഞു. ആനകൾ കുട്ടിയുടെ അടുക്കലെത്തി. അതിനെ വളഞ്ഞു നിന്നു. ഈ ആന തനിച്ചല്ല വന്നത്, ഒരു ആനക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. അവർ മാറി നിൽക്കുകയായിരുന്നു. വിളിച്ചുകൊണ്ട് പോകട്ടെ, വരൂ, ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ആനക്കുട്ടിയെ വിളിച്ചുകൊണ്ട് പോയിക്കോട്ടെ എന്ന് പറയാൻ. ഞങ്ങൾ ഉള്ളിലേക്ക് കടക്കാൻ തിരിഞ്ഞപ്പോൾ പെട്ടെന്ന് 30ഓളം ആനകൾ ഒരുമിച്ച് തുമ്പിക്കൈ പൊക്കി ചിഹ്നം വിളിച്ചു. എൻ്റെ ദേഹം വിറച്ചു. കോൾമയർ കൊണ്ട് കണ്ണുനീരോടെ ഞാൻ നിന്നു. അറിയാതെ 2 കൈകളും നെഞ്ചോട് ചേർത്ത് കൂപ്പി. ആനക്കൂട്ടം പിന്നെയും ചിഹ്നം വിളി മുഴക്കി. ഈ ആനക്കൂട്ടം ഡോക്ടറോടുള്ള നന്ദി പറയുന്നത് പോലെ ഒരുമിച്ച് നിന്ന് തുമ്പിക്കൈ പൊക്കി ചിഹ്നം വിളിക്കുകയാണ്. അതെ, ദേവദുന്ദുഭികൾ മുഴങ്ങി. ദേവദുന്ദുഭി എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ വാദ്യോപകരണങ്ങൾ. ഇപ്പോൾ ഭൂമിയിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദേവന്മാരെ പുഷ്പവൃഷ്ടി നടത്തി എന്നൊക്കെ പുരാണങ്ങളിൽ പറയും. അതുപോലെ ഇവിടെ ഒരു നല്ല പ്രവൃത്തിയാണ് ഡോക്ടർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ദേവന്മാരുടെ വാദ്യോപകരണങ്ങളൊക്കെ ശബ്ദമുണ്ടാക്കി. മാനത്തെ പെരുമ്പറകൾ ഗർജിച്ചു. പെരുമ്പറകളും വലിയ ശബ്ദമുണ്ടാക്കി. കറുത്ത ആകാശത്ത് ആനമുഖമുള്ള കറുത്ത ദേവഗണങ്ങളുടെ മുഖങ്ങൾ തെളിഞ്ഞു. അതുപോലെ കറുത്ത ആകാശത്ത് ആനമുഖമുള്ള ദേവന്മാരുടെ മുഖങ്ങൾ തെളിഞ്ഞു എന്നാണ് കഥാകൃത്ത് പറയുന്നത്. വരൂ എന്ന് എൻ്റെ തോളത്ത് മുട്ടിയിട്ട് ഡോക്ടർ കെ അകത്തേക്ക് കടന്നു. ആന ഡോക്ടർ ജയമോഹൻ. ഇതിൻ്റെ പഠന പ്രവർത്തനങ്ങളുടെ വീഡിയോ ഇതിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും അത് വായിച്ചു നോക്കി നോട്ടിലേക്ക് എഴുതിയെടുക്കണം. ഓക്കെ, താങ്ക് യു.